വേടൻ വെറും കാപട്യമല്ല, പച്ചയായ മനുഷ്യനാണ്, ഉൾക്കാഴ്ചയുള്ളവനാണ്, അകക്കാമ്പുള്ളവനാണെന്ന് ഒരു സംശയവുമില്ല. ഒപ്പം അവാർഡുകളിലും പുരസ്കാരങ്ങളിലും കണ്ണ് മഞ്ഞളിച്ചു പോകുന്നവനുമല്ല. അതിനൊരു തെളിവാണ് ഈ വർഷത്തെ ലൈബ്രറി പുരസ്കാരത്തിനോടൊപ്പം ലഭിച്ച 1 ലക്ഷം രൂപ എന്ത് ചെയ്തു എന്ന് കേട്ടെ. ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളും പ്രതാപേട്ടൻ. അതെ, പുസ്തകങ്ങൾ വാങ്ങാൻ കൈമാറി. ആ പരിപാടിയിൽ ചെന്ന് പുരസ്കാരം വാങ്ങിയതിന് ശേഷം അത് കിട്ടാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചോദിക്കുകയാണ്. കേരളത്തിന് പരിചിതമല്ലാത്ത ചോദ്യങ്ങളും ഇടപെടലുകളും നമ്മൾ കാണുകയാണ്. നേരത്തെ പുരസ്കാരത്തിനോടൊപ്പം കിട്ടുന്ന സമ്മാനം ഇതുപോലെ കൈമാറുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൽ ഒരു സവിശേഷതയുണ്ട് എന്ന് പറയേണ്ടി വരികയാണ്. തീർത്തും സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ഇപ്പോഴും സ്വന്തമായ ഒരു വീടില്ലാത്ത വ്യക്തി, അദ്ദേഹത്തിന് പണം ആവശ്യമുള്ള സന്ദർഭമാണ്. എന്നിട്ടും അത്യാവശ്യം ഒരു വലിയ തുക അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ ആ തുകയോട് അദ്ദേഹത്തിന് ഭ്രമമില്ല. അതുകൂടി പുസ്തകം വാങ്ങി വെച്ച് നാളത്തെ തലമുറയ്ക്ക് ഗുണപ്രദമാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തിയുടെ ഉള്ളിലെ തെളിർമ തന്നെയാണ്, കാഴ്ചപ്പാട് തന്നെയാണ്. അവിടെയാണ് വെറുതെ ഊതിപ്പെരിപ്പിച്ച ബലൂണല്ല വേടനെന്നും ഉൾക്കാമ്പുള്ള അകക്കാഴ്ചയുള്ള വ്യക്തിയാണെന്ന് പറയേണ്ടി വരുന്നതും. ആ പ്രതികരണം മൊത്തത്തിൽ നിങ്ങളൊന്ന് കേൾക്കൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നീ വേദിയിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാം. ഇത്രയും തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ഇവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ്. എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത്. മോനെ എവിടെ ഉണ്ട് നീ? എന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി ഉണ്ട്, നീ വായോ എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടൻ എന്നെ വിളിക്കുന്നത്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്കിതിന് മുന്നേ ഒരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓക്കെ പ്രതാപേട്ടൻ, അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം, അന്ന് നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മള് എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞ് നമ്മൾ രണ്ടാമതും മാറ്റി വെച്ചു. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ്. ഇന്ന് മഴയില്ല, ചെറിയ പോക്കുവെയിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയിലേ എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്കൊരു 1 ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ചെയ്തോളും പ്രതാപേട്ടൻ. പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് ഒരെണ്ണം പൊളിക്കാനുണ്ട് ഇവിടെ. ഞാൻ പൊളിച്ചോട്ടെ? അത് നമ്മൾ ഇത്ര വലിയ വേദിയിലേ ഇന്ന് പ്രിയദർശിനിയുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പ്രകാശനത്തിന്റെയും ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. ഞാൻ ഇന്ന് കാലത്തായിരുന്നത് എന്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു. ഭയങ്കര ദ്രോഹമായി പോയത്. ഇപ്പൊ ഇന്ന് കേട്ടില്ല, ഇല്ല അധികം വയസ്സായിട്ടില്ല, 10-25 വയസ്സായിട്ടുള്ളൂ എന്ന് പറയണപ്പോ. എല്ലാവർക്കും അറിയാം പ്രതാപേട്ടൻ. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപേട്ടൻ എത്താറുണ്ട്. എല്ലാവർക്കും അറിയുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപേട്ടനെ കണ്ടിട്ടുള്ളത്. അപ്പൊ പ്രതാപേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ളവാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിന് വന്നതിലും നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ എന്തിറക്കണ നോട്ടുണ്ട്. പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ, പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു, അടുത്ത മാസത്തിൽ ഇതൊരു 10,000 പുസ്തക മാത്രം ശേഖരണമുള്ള ഒരു വലിയ പുസ്തകശാലയായി മാറുമെന്ന്. അതിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നന്ദി.